സെബി മേധാവി മാധവി ബുച്ചിനെതിരായ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തൽ ഉയർത്തി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ നീക്കം. വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ ലക്ഷ്യമിട്ടുള്ള ആസൂത്രണമാണ് ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലുകൾക്ക് പിന്നിലെന്ന് BJP കുറ്റപ്പെടുത്തി. ഇന്ത്യയിലും പുറത്തുമുള്ള മാധവിയുടെ നിക്ഷേപ വിവരങ്ങൾ പുറത്തുവിടാൻ ഹിൻഡൻബർഗ് വെല്ലുവിളിച്ചു. സിംഗപ്പൂരിൽ കഴിയുന്ന സ്വകാര്യ വ്യക്തികളെന്ന നിലയിലാണ് നിക്ഷേപം നടത്തിയതെന്നാണ് മാധവി ബുച്ചിന്റെയും ഭർത്താവിന്റെയും വാദം. ഈ നിലപാടിനെ മുൻനിർത്തിയാണ് ഹിൻഡൻബർഗിന്റെ വെല്ലുവിളി. വിനോദ് അദാനിയുടെ പണത്തിനൊപ്പം ബർമുഡ മൗറീഷ്യസ് ഫണ്ട് ഘടനയിലെ നിക്ഷേപത്തെപ്പറ്റി പരസ്യമായി സ്ഥിരീകരിക്കുന്നതാണ് മാധവിയുടെ പ്രതികരണമെന്ന് ഹിൻഡൻബർഗ് വ്യക്തമാക്കി. സിംഗപ്പൂരിലെയും ഇന്ത്യയിലെയും കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടേതടക്കം ഉപഭോക്താക്കളുടെ മുഴുവൻ പട്ടികയും ഇടപാടുകളുടെ വിശദാംശങ്ങളും പരസ്യമാക്കാൻ സാധിക്കുമോ എന്നാണ് ഹിൻഡൻബർഗ് ചോദ്യം. പൊതുവായതും സുതാര്യമായതുമായ അന്വേഷണത്തിന് മാധവി ബുച്ചിൻ തയ്യാറാകണമെന്നും ഹിൻഡൻബർഗ് നിർദ്ദേശിക്കുന്നു. മാധവി ബുച്ചിൻ സെബി അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോഴും തുടരുന്നത് അവിശ്വസനീയമാണെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സെബി ചെയർപേഴ്സൺ ഈ നാട്ടിലെ ഓഹരി വിപണികളെ ആകമാനം നിയന്ത്രിക്കുകയും അതിന് വിശ്വാസ്യത കൊടുക്കുകയും എവിടെയെങ്കിലും തകരാറുണ്ടാകുമ്പോൾ ആ വിശ്വാസം നിലനിർത്താൻ വേണ്ടി നടപടി സ്വീകരിക്കേണ്ട സെബി ചെയർപേഴ്സൺ തന്നെ ഇത്തരം ഷെൽ കമ്പനികളിൽ നിക്ഷേപമുണ്ടെന്നുള്ള വാർത്ത എങ്ങനെയാണ് സർക്കാർ അതിനെ കാണുന്നത്? എന്നിട്ട് എനിക്ക് മനസ്സിലാകാത്തത് അവർ ആ കസേരയിൽ തുടരുന്നതിലാണ്. ഇപ്പോഴത്തെ വിവാദങ്ങൾ നിക്ഷിപ്ത താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നാണ് വിഷയത്തിലെ BJPയുടെ നിലപാട്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ പരിക്കേൽപ്പിക്കുക എന്നതാണ് ആധികാരികതയില്ലാത്ത വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനമെന്നും BJP കുറ്റപ്പെടുത്തി. तो जो हिंडनबर्ग एंटी इंडिया का फ्रंट बना हुआ है उसकी रिपोर्ट को लेकर कांग्रेस पार्टी हल्ला करती है, तो कांग्रेस पार्टी को हम देश में एक्सपोज करेंगे कि जान करके भारत में आर्थिक अराजकता लाने के लिए कांग्रेस पार्टी पड़ी हुई है. ഓഹരി വിപണി നിയന്ത്രണ സ്ഥാപനത്തിന്റെ സുതാര്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗൗരവകരമായ സംശയങ്ങൾ ഉയർത്തുന്നതാണ് ഹിൻഡൻബർഗിന്റെ പുതിയ വെളിപ്പെടുത്തൽ. സുപ്രീം കോടതിയിൽ ചില സന്നദ്ധ പ്രവർത്തകരും സംഘടനകളും പൊതുതാൽപര്യ ഹർജി നൽകാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.